എറണാകുളം ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ജാതി അധിക്ഷേപവും തൊഴിൽ പീഡനമെന്ന് പരാതി. ബാങ്ക് മാനേജർ അടക്കം 2 പേരെ പ്രതികളാക്കി എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. എന്നാൽ 2023 നടന്ന സംഭവത്തിൽ ഇപ്പോൾ പരാതി നൽകിയതിന്റെ കാരണം അന്വേഷിക്കണമെന്ന് പോലീസ്. എന്നാൽ സംഭവത്തിൽ ബാങ്ക് അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. അമൽ, എന്ത് തൊഴിൽ പീഡനമെന്നാണ്, എന്തുതരം ജാതി അധിക്ഷേപമെന്നാണ് പരാതി? അമൽ. ഹാഷ്മി, 2023 നടന്ന ഒരു സംഭവത്തിലാണ് ഇപ്പോൾ പരാതി ഉണ്ടായിരിക്കുന്നതും. ആ വിഷയത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എറണാകുളത്ത് തന്നെ പ്രധാന ബാങ്കുകളിലൊന്നായ ഓവർസീസ് ബാങ്കിന്റെ എറണാകുളം ജോസ് ജംഗ്ഷനിലുള്ള അവരുടെ ഓഫീസിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു തൊഴിൽ പീഡനം നേരിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ബിബി എന്ന യുവാവാണ് പോലീസിനെ സമീപിച്ചത്. 2023 ഇയാൾക്കെതിരെ തൊഴിൽ പീഡനം ഉണ്ടായതെന്നാണ് ഇയാൾ ആരോപിക്കുന്നത്. ബാങ്കിന്റെ റീജിയണൽ മാനേജറും ബാങ്കിന്റെ മാനേജറും തമ്മിലുള്ള ഒരു വാക്ക് തർക്കവും മറ്റും ഈ വിഷ്ണുവിന് ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് വിഷ്ണുവിനെ മർദ്ദിക്കുകയും ഹിന്ദു വിഭാഗത്തിൽ തന്നെയുള്ള പിന്നോക്ക ജാതിയിൽപ്പെട്ട ഇദ്ദേഹത്തെ ജാതി പേര് വിളിച്ച് അല്ലെങ്കിൽ ഹിന്ദിയിൽ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുകയായിരുന്നു ഈ റീജിയണൽ മാനേജറും ബാങ്കിന്റെ ഒരു മാനേജറും ബ്രാഞ്ച് മാനേജറും ചെയ്തത് എന്നാണ് വിഷ്ണു പറയുന്നത്. ഏതായാലും ഈ ഒരു സംഭവത്തിലേക്ക് നയിക്കുവാൻ ഈ ഒരു വിരോധം ഇവർക്ക് ഈ പരാതിക്കാരനുമായി ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ റീജിയണൽ മാനേജർ ഒരു ദിവസം ഇയാളോട് പറയുന്നു, പുറത്ത് ഒരു കടയിൽ പോയിട്ട് തനിക്ക് വേണ്ട മരുന്നുകൾ വാങ്ങിക്കൊണ്ട് വരൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് തനിക്ക് സാധിക്കില്ല, തനിക്കിപ്പോൾ ജോലിയുണ്ട്, അതിനുശേഷം മാത്രമേ പോകാൻ സാധിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ശക്തിയായി ഈ വിഷ്ണുവിന്റെ പരാതിക്കാരന്റെ പുറത്തേക്ക് അടിക്കുകയും ഇയാളെ ജാതിപരമായിട്ടുള്ള പേരുകൾ പരാമർശിച്ചുകൊണ്ട് അധിക്ഷേപിക്കുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഏതായാലും നമ്മൾ ബാങ്ക് അധികൃതരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അവരാരും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഹാഷ്മി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇത് 2023 പരാതിയാണ്. എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാൻ വൈകിയത് എന്ന് ചോദിക്കുന്നൊരു പോലീസ്. പക്ഷേ പരാതി കൊടുക്കാൻ വൈകിയത് കൊണ്ട് ആ സംഭവം ഇല്ല എന്നർത്ഥം അതിനില്ല. ജാതി അധിക്ഷേപം, തൊഴിൽ പീഡനം എന്ന വിഷയത്തിൽ എന്ന പരാതിയിൽ പരിശോധന തുടരുകയാണ് പോലീസ്.